ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാട്ടോ. ഇന്ന് നമ്മൾ വീട്ടിൽ വെറുതെ കുത്തിയിരുന്നപ്പോൾ നമ്മൾ നേരെ ലുലു മാളിലോട്ട് വന്നേട്ടോ. അപ്പോൾ ലുലു മാളിൽ വന്നത് വെറുതെ ഇങ്ങനെ വായി നോക്കാനും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ചെടി കാണുമ്പോൾ കുറച്ച് ഇങ്ങനെ നമ്മൾ ഉള്ളിൽ മേടിക്കുന്ന നമ്മൾ പറയുമല്ലോ, അപ്പം നേരെ വീട്ടിലേക്ക് കുറച്ച് ചെടിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ചെടികളിലോട്ട് പോയി. അവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. മഞ്ഞയും വെള്ളയും റോസും പച്ചയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം പച്ച റോസ് ഞാൻ ആദ്യമായിട്ടാട്ടോ ഉണ്ടെന്ന് പറയണേ. അപ്പോൾ ഞങ്ങൾ അത് തിരക്കി, പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഈ റോസാപ്പൂവും പിന്നെ ആ മഞ്ഞേൻ്റെ ഒന്നും എനിക്ക് പേരറിയില്ല. ഇവിടെ നിന്നും കുറച്ച് പൂ അടിച്ചു. നമ്മൾ ഇവിടെയാണ് മെയിൻ കുറേ ചെടികളുള്ളത്. ഇവിടുന്ന് കടലാസ് പൂ ചോദിച്ചപ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ, അപ്പം ആവശ്യത്തിന് വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. ഞങ്ങൾ നേരെ കുറച്ച് പൂവും മഞ്ഞയും വെള്ളയും അവിടെ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഈ സാധനം എവിടെയെങ്കിലും കൊണ്ട് വെക്കണമല്ലോ. ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിൽ അപ്പുറം കയ്യിൽ കവറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ മേളിൽ നിന്ന് താഴത്തേക്ക് ഈ സാധനം കൊണ്ട് വന്നു. അപ്പം മേളിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് താഴെ എത്തിയപ്പോഴത്തേനും വെക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അവർ വെച്ചില്ല. ഗൈസ്, ഇങ്ങനെ ചതിക്കരുത് കേട്ടോ ഇങ്ങനെ നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഞങ്ങൾ മേളിലേക്ക് വന്നപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങൾ നേരെ ഹൈപ്പറിലേക്ക് കയറി. ഹൈപ്പറിൽ കയറി ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ലുലുമാളിൽ പോകുമ്പോൾ മേളിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ, നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറാറില്ല. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു, എൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ, ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച് നമുക്ക് മേളിൽ പോയി തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ചക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് എന്ത് സാധനങ്ങളെന്ന് ഞാൻ പറയാനില്ല കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് കുറച്ച് ദിവസമായി ഞാൻ എടുത്തു വെച്ചിട്ട്, എനിക്ക് സമയമില്ല എന്ത് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അതുകൊണ്ട് വീഡിയോ ഇടുന്നത്. ഷവായി, ബിരിയാണി, അങ്ങനത്തെ എന്തോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് സെറ്റായി. എന്തോ ഭാഗ്യത്തിന് എല്ലാം കഴിച്ചു കേട്ടോ, എല്ലാവരും ഒന്നും വേസ്റ്റ് ചെയ്തില്ല. അത് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സ്വീറ്റ്സ് കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. പുട്ട് ഐസ്ക്രീം ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വാങ്ങിച്ച ആൾ കുറച്ചേ കഴിച്ചോളൂ കേട്ടോ, എന്ന് വെച്ചാൽ ശങ്കർ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് അതിനകത്തുള്ള ഈ എന്താ പറയുക ഫ്രൂട്ട്സില്ലേ, ഡ്രൈ ഫ്രൂട്ട്സും അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ഡോണറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു താഴേന്ന്. അപ്പോൾ നമ്മൾ അതും പൊട്ടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സീ പോർട്ടിൽ വന്ന് നമുക്ക് കുറച്ച് മെയിൻ എന്താണ് ചായ കൂടിയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് പിരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ നല്ല കൊതുകടിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അനിത്രയുടെ വീട്ടിൽ വന്ന് കുറച്ച് നുണ പറയാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഇരുന്ന് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഇടയിൽ ഇവളിവിടെ ഫോണിൽ കുത്തുണ്ട്. പിന്നെ ഇവിടെ 3 പേര് ഇരിക്കുന്നുണ്ട്. ഇവർ 3 പേരും മിനി മിൽഷ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിടാം. അപ്പോൾ ഓക്കെ, ബൈ.